ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി പേടിച്ചോടി എന്ന പ്രചാരണം നടത്തുകയാണ് BJP ചെയ്യുന്നത്. ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരുപക്ഷെ BJP ഗുണകരമായി മാറിയേക്കാം. പക്ഷേ എങ്ങനെ പേടിച്ചോടി എന്നാണ്. അമേഠിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ സാന്നിധ്യമാകുവാൻ കോൺഗ്രസിന് ഇത്തരം കഴിയുമല്ലോ. നേരത്തെ ചാമക്കാല ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ്. അന്ന് മോദി തരംഗം ഉണ്ടായ സമയമാണ്. അന്ന് മറ്റു പാർട്ടികൾ ഭിന്നിച്ച് മത്സരിച്ച സമയമാണ്. ഇപ്പോൾ ഈ മോദി തരംഗം അത്ര കണ്ട് യേശാത്ത ഒരു സമയമാണ്. മാത്രമല്ല SP BSP പാർട്ടികൾ കോൺഗ്രസിന് അവിടെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യവും സംജാതമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അമേഠിയിൽ നിന്ന് പേടിച്ചോടി രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും? അത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ? അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മോദി തരംഗമാണ് ഇത്തവണ ആഞ്ഞു വീശാൻ പോകുന്നത്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടിയത് BJPയുടെ ഒരു നേതാവ് മാത്രമായിരുന്ന സ്മൃതി ഇറാനിയാണെങ്കിൽ ഇത്തവണ അമേഠിയിൽ മത്സരിക്കുന്ന സ്മൃതി ഇറാനി കൂടുതൽ ശക്തിയാണ്. അവരിന്ന് കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു വനിതാ മന്ത്രി. അവർ കഴിഞ്ഞ 5 വർഷക്കാലവും അമേഠിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു. വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി. അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് കോൺഗ്രസ് അവിടെ ഒരു പരാജയം മണക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ആ അമേഠി മണ്ഡലത്തിലെ 4ഓളം സീറ്റുകൾ BJPയാണ് വിജയിച്ചിട്ടുള്ളത്. BJPയുടെ ഗവൺമെൻറ്റാണ് ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് അവിടെ ജയിച്ച് കയറാൻ പ്രയാസമാണ്, ജയിച്ച് കയറില്ല എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ അവരൊരു സുരക്ഷിത താവളം നേടിയത്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട സീറ്റുകൾ കിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഒന്നുകൂടി പിടിമുറുക്കുവാനുള്ള ഒരു 50-ലധികം സീറ്റുകളെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് സംഘടിപ്പിച്ചാലേ ഇത്തരത്തിലുള്ള കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മോശം പ്രകടനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭരണത്തിലേക്ക് എത്തുവാനുള്ള സംഖ്യയ്ക്ക് അടുത്തെങ്കിലും എത്തുവാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. ഈ ഒരു അനുമാനത്തിൻ്റെ പുറത്താണ് ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുവാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത്. അത് നേരത്തെ തന്നെ എടുത്തിരുന്ന തീരുമാനമായിരുന്നു. അല്ലാതെ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് 2 മണ്ഡലത്തിൽ ഒരാൾ മത്സരിച്ചാൽ അത് ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ 2 മണ്ഡലത്തിൽ മത്സരിച്ചതും ഒളിച്ചോട്ടമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ല, നരേന്ദ്രമോദി ഗുജറാത്തിലെ ഷുവർ സീറ്റ് മത്സരിച്ചുകൊണ്ട് തന്നെയാണ്, വഡോദരയിലെ ഷുവർ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് വാരണാസിയിലും ജനവിധി നേടിയത്. അങ്ങനെയാണെങ്കിൽ അമേഠിയിലെ ഷുവർ സീറ്റിൽ മത്സരിച്ചുകൊണ്ടാണ് വയനാട്ടിലും രാഹുൽ ഗാന്ധി ജനവിധി നേടുന്നത്. അമേഠിയിലെ ഷുവർ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് വയനാട്ടിലും ജനവിധി നേടുന്നത്. അല്ല, വ്യത്യാസമുണ്ട്. അമേഠി ഷുവർ സീറ്റ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേഠി ഒരിക്കലും കാണാമല്ലോ. ജ്യോതികുമാർ, ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയമല്ല, ഞാൻ പറഞ്ഞോട്ടെ. അല്ല ജ്യോതികുമാർ, ഞാൻ എന്റെ കാര്യം ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ അമേഠി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു ബാലികേറ മലയാണ്. അവിടെ ജയിച്ച് കയറാൻ പ്രയാസമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്മൃതി ഇറാനിയുടെ ഇമേജ് അവിടെ വളരെയധികം മുകളിലോട്ട് പോയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചേ മതിയായുള്ളൂ. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ വയനാട് സെലക്ട് ചെയ്തതും ഇവിടെ ഒരു നാടകം നടത്തിയതും. ഇത് വളരെ കാലം മുമ്പ് തന്നെ കോൺഗ്രസ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് വയനാട്ടിൽ മത്സരിക്കണം രാഹുൽ ഗാന്ധി എന്നുള്ളത്. ഇവിടെ ഒരു നാടകം നടക്കുകയായിരുന്നു. ആ നാടകം എന്ന് പറയുന്നത് കേരളത്തിലെയും ദക്ഷിണേന്ത്യൻ നേതാക്കളുടെയും ആവശ്യമായി ഇത് അവതരിപ്പിക്കുകയായിരുന്നു. പണ്ട് സോണിയാഗാന്ധിക്ക് വേണ്ടി നമ്പർ 10 ജനപത്തിന് മുമ്പിൽ അരങ്ങേറിയതുപോലെ ഒരു നാടകമാണ് ഇവിടെ അരങ്ങേറിയത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് ആവശ്യം ഉന്നയിപ്പിക്കുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യം ഉന്നയിപ്പിക്കുന്നു. ഇതൊരു കോൺഗ്രസിന്റെ സ്ഥിരം നാടകത്തിന്റെ അതേ പാറ്റേൺ ആണ് ഇവിടെ അരങ്ങേറിയത്. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കുറച്ച് വൈകി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. പക്ഷേ ഇവിടെ അത് കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ നേതാവ് എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും കോൺഗ്രസിനുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് മറ്റൊരു പാർട്ടി തീരുമാനിക്കുന്ന ഒരവസ്ഥ ജനാധിപത്യത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ CPMന്റെ നേതാക്കന്മാർ പോയി പ്രഷർ ചെലുത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ അവിടെ നമ്പർ 10 ജനപഥത്തിൽ പോയി എല്ലാ വഴികളും എല്ലാ സാധ്യതകളും. അല്ല, അത് സാധിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നതാണ്. KPCC പ്രസിഡന്റ് വരെ ഇക്കാര്യം തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിനും അടിപ്പെടാതെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ നേരിടാനാണോ വരുന്നത് എന്ന സന്ദേശം, അതാണോ നൽകുന്ന സന്ദേശം എന്ന് ചോദിച്ചിട്ട് പോലും അതുപോലും മുഖവിലേക്ക് എടുക്കാതെയാണ് നരേന്ദ്രമോദിയുടെ വർഗീയ ധ്രുവീകരണത്തിനെതിരെയാണ് വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനത്തോടു കൂടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത്. അങ്ങനെയല്ല മഞ്ജുഷേ.
ഇത് രാഹുൽ ഗാന്ധി BJP-യുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഭയക്കുന്നുണ്ട്. കർണാടകയിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും കോൺഗ്രസ് കരുതുന്നത് അവിടെ BJP മുഖ്യ എതിരാളിയായി വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പരാജയം സംഭവിക്കാം, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആ മണ്ഡലത്തിൽ തളച്ചിടുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം എന്നുള്ള ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തെത്തിയ വയനാട് അവർ മനഃപൂർവ്വം സെലക്ട് ചെയ്തതാണ്. പക്ഷേ അവർ കരുതുന്നത് പോലെയൊന്നും ആവില്ല കാര്യങ്ങൾ. വയനാട് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മുട്ടുകുത്തിച്ച് അവരുമായി പോരാട്ടം നടത്തിയിട്ടുള്ള മണ്ണാണ് വയനാടൻ മണ്ണ്. ആ വയനാട്ടിലെ മണ്ണിൽ കോൺഗ്രസിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇത്തവണ വയനാടൻ ജനത മുട്ടുകുത്തിക്കും.